ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് റോഡ്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ക്ലൈം റിച്ച് ഫോർ ബ്രെയിൻ റോഡ് എന്ന് പറഞ്ഞ ഒരു റോബോക്സിലെ ഗെയിമായിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതൊരു ബ്രെയിൻ റോഡ് ഗെയിമാണ്, നിങ്ങൾക്ക് പേര് എഴുതുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഗൈസ്, കുറേ അല്ല ഇതൊരു മരമാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ ലീഫ് പോലെ ഉണ്ടാവും. നമ്മൾ അവിടെ പോയി ഇങ്ങനെ ഓരോ ബ്രെയിൻ കളക്ട് ചെയ്യണം, എന്നിട്ട് നമ്മുടെ ബേസിൽ കൊണ്ട് വെക്കണം ഗൈസ്. ഇതാണ് ഇതിൻ്റെ അകത്തെ കളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് കയറണമെങ്കിലും ഒത്തിരി ജമ്പ് കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളോട് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇതാണേലും ഇന്നത്തെ ഗെയിം ഇതാണ്. നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ബ്ലോഗ് ഫോഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ക്യാരക്ടറിനെ ഒന്ന് റേറ്റ് ചെയ്യാൻ. നിങ്ങളതൊന്ന് റേറ്റ് ചെയ്യുക ഗൈസ്, എന്നിട്ട് നമുക്ക് ക്യാരക്ടർ ഫിക്സ് ചെയ്യാം. ആക്ച്വലി ഇതൊക്കെ എന്ത് സാധനമൊന്നും അറിയില്ല. ഇതെന്തോ ഒരു അനിമി പടം പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാണെന്ന് എനിക്കറിയില്ല. ഞാൻ അനിമയൊന്നും കാണാറില്ല, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. പിന്നെ നമുക്ക് എല്ലാം ഗെയിമിലോട്ട് പോവാം. കേസ് ഇവിടെ ഒരു 200 രൂപ കിട്ടി കേസ്. നമുക്ക് അങ്ങോട്ട് പോയി അപ്ഗ്രേഡ് ചെയ്യാം. തന്നെതാ. ഇത് 0 റുപ്പീസേ ഉള്ളൂ. ഇതെന്താണ് കേസ്? ചുമ്മാ ആട് വാച്ച് ചെയ്യാം കൈസ്. കൈസ് നമ്മൾ ആട് വാച്ച് ചെയ്തു. ഇവിടെ ഇനിയും ആട് വാച്ച് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ 2 ആട് വാച്ച് ചെയ്തു. പക്ഷെ ഇനി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു കൈസ് ആക്ച്വലി. പക്ഷെ ഞാൻ ചെയ്തില്ല. പക്ഷേ ക്യാഷ് റിവാർഡ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളല്ലോ ഗൈസ്. നമ്മുടെ ബ്രെയിൻ റോഡ് എന്ത് ഇൻഡെക്സാ? വാട്ട്? എന്നെ പറ്റിച്ചു കഴിയുമാര് ആളോ? അതെന്നാ പരിപാടിയോ? ഓക്കെ, നമ്മളെ അവന്മാര് പറ്റിച്ചു. പക്ഷെ കുറച്ച് ക്യാഷ് കിട്ടി ഗൈസ്. നമുക്ക് അങ്ങോട്ട് ജമ്പ് അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ എന്താ ഹെൽത്തും കൂടി ഉണ്ട് ഗൈസ്. അതിനാന്ന് എനിക്കറിയില്ല. നോക്കാം. ഇപ്പൊ നമ്മൾ ഇത്രയും ചാടും ഗൈസ്. കണ്ട, നമുക്ക് ഇവിടെ കയറാൻ പറ്റും. ഇതെടുക്കാം. തിളങ്ങുന്നുണ്ട് ഗൈസ്. ഇത് എത്രേന്റെയാ? 196-ന്റെയാണ് ഗൈസ് നമ്മളിപ്പോ എടുത്തേ. ഇത് കുറച്ചങ്ങ് അപ്ഗ്രേഡ് ചെയ്ത് വിടാം. ഇത് $8 വെച്ചിരുന്നോളൂ. ഇവൻ ഇപ്പൊ തന്നെ 1K അടിച്ചു ഗൈസ്. കൊള്ളാം. എനിവേസ് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചും കൂടി ചെയ്യാം. ഓക്കെ, അവിടെ കയറി. അടുത്തത് 344. ഇതെടുക്കാം ഗൈസ്. 9 ലെവലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഈ 344 കിട്ടിയത്. ഇത് സെയിം സാധനം തന്നെയാണ് ഗൈസ്. രണ്ടും ഗോൾഡ് ആണ്. നൈസ് ആയിട്ടുണ്ട്. നമ്മൾ ലൈക്ക് അടിക്കുക, ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ റോഡ് 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. എടാ, താഴെ വീഴുമ്പോ നമ്മുടെ ഹെൽത്തും കുറയൂടാ. അതാണ് അവിടെ ഹെൽത്ത് ഇടാൻ പറഞ്ഞത്. ഹെൽത്ത് കൂട്ടാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്മൾ അവിടെ വരെ എത്തി. ഇത് 240 ദിവസം. കോളി 300-ന്റെ ഒരു സാധനമുണ്ട്. ഓക്കെ, സുഖമാണ്. ആക്ച്വലി അതെടുത്തോണ്ട് അടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ 360-ന്റെ ഒരു ബോണേക്ക അമ്പലബാബു സ്പോണായി. അമ്പലബാബു അല്ല, അമ്പലാബു. ശരി, അമ്പലബാബു എന്നാണ് നൈസ് വരണേ. ഈ വയസ്സ് നമ്മുടെ ബേസ് ബോണേക്ക അമ്പലാബു മാത്രമേ ഉള്ളൂ വയസ്സ്. ഓക്കെ, 420 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് കുറച്ച് കൂട്ടാം. അത് 200 ആക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ ഗൈസ്. നമുക്ക് പോയി അപ്ഗ്രേഡ്സ് പോയി. നീ തന്നെ അഡ്മിൻ പാനൽ. എന്തൊക്കെയോ കോയിൻസ് കിട്ടുന്ന ഗൈസ്. ആർക്കറിയാം, എനിക്കൊന്നറിയില്ല ഗൈസ്. എന്നൊക്കെ ഇവിടെ പോയി തപ്പാം. ഇവിടെ എന്താ ഉള്ളത്? 32 കേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ഹെൽത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഗൈസ്. ഞാൻ എന്നാണ് ചെയ്തു. ജമ്പിന് അപ്ഗ്രേഡ് ചെയ്താലോ ഗൈസ്. ജമ്പ് എന്താണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കിനിപ്പം കളിക്കാൻ പറ്റില്ല. ഇത് നല്ല ഗ്രൈൻഡ് പണിയുള്ള ഗെയിമാന്ന് തോന്നുന്നു ഗൈസ്. 35 കൈ ഇപ്പൊ തന്നെ ആയി ഗൈസ്. കുറെ നേരം AFK വന്നു കഴിഞ്ഞാൽ കുറെ കിട്ടും ഗൈസ്. പക്ഷെ അതിനുള്ള ടൈം നമ്മൾ എടുക്കണോ? ഒന്നുമില്ല ഗൈസ്. നോക്കിട്ട് നമുക്ക് അതിന് മുന്നേ OP ആവാം ഗൈസ്. 150, 120. അടുത്തത് എവിടാ? അടുത്ത തൊട്ട് മണ്ടയിലാണ് ഗൈസ്. മണ്ടയിലോട്ട് ഐ തിങ്ക് ഇങ്ങനെ ചാടണം. പക്ഷെ നമ്മൾ എത്തില്ല ഗൈസ്. ഇവിടെ ഒരു 140-ന്റെ ഒരു സാധനം ഉണ്ട് ഗൈസ്. നമുക്ക് അതങ്ങ് എടുക്കാം. ഈ വഴി തന്നെ താഴത്തോട്ട് വാങ്ങീസാണ്. ഹെൽത്ത് ഒത്തിരി കുറയില്ലല്ലോ.
ലെസ് നമുക്ക് കുഴപ്പമില്ല, വേറൊന്നുമില്ല. ചെറിയ കഫുണ്ട് നമ്മുടെ ബേസ്. അതുപോലെ തന്നെ ഇത് എന്തോ പോലെ ഒരു എന്താ പറയാ, എല്ലായിടത്തും ഫുള്ള് നോട്ടിഫിക്കേഷൻസ് ആണ്. ഈ സൈഡൊക്കെ നോക്കിയാൽ സ്റ്റാർട്ടർ പാക്ക് അത്രയും വലുത്. ഓക്കെ, സോ 100K കിട്ടിയ സെറ്റ്. എപ്പോഴെങ്കിലും കഴിച്ച് നമുക്ക് അത്യാവശ്യം എളുപ്പമുണ്ടല്ലോ കഴിച്ച്. ഈ ആർഡർ റിവാർഡ് കൊടുത്താൽ മതി. നോക്കിയേ, ഇത്ര ഇതും കിട്ടും കഴിച്ച്. ആക്ച്വലി പിന്നെ അതിനകത്ത് ആക്ച്വലി അവളെ ഗ്രൈൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ലിമിറ്റ് കാണും. പക്ഷെ അത്യാവശ്യം ഒരു സ്റ്റാർട്ടിങ്ങിന് അതൊക്കെ മതി കഴിച്ച്. ആഡ് വീണ് ഒന്നുകൂടെ നമുക്ക് കയറി അവിടം വരെ പോണം. ഓക്കെ, ഇതൊക്കെ വെറും 200ഒക്കെ ആണ്. അപ്പം നമുക്ക് ഈ 200ന്റെ ഒരെണ്ണം എടുത്തുണ്ടോ? ഇതാണോ വലുത്? ആ, ബെലറീനൊക്കെ അപ്പത്തേനും പോയി. ഏതാ വലുത് നോക്കാൻ വേണ്ടി. ഇതെല്ലാം കഴിച്ചു. അതുപോലെ തന്നെ സാധാരണ ഫ്രണ്ട് റോട്ട് ഗെയിംസിനെക്കാട്ടിൽ അപ്ഗ്രേഡ് ചെയ്തതിന് ഭയങ്കര കാശ് കൊടുക്കണം. ഭയങ്കര കൂടുതലാണ് ഈ കാശ്. എടാ അവൻ എനിക്കോ എടാ പോടാ, പറ്റിച്ചിട്ട് പോയി ഗൈസ്. അവൻ വന്നപ്പോ വിചാരിച്ചു നമുക്ക് തരുമെന്നാ. അവന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചാലേ ഗൈസ്, ചോദിക്കാം ഗൈസ്, പ്ലീസ് ഗിവ് മീ സം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. വൺ കേടൊക്കെ എടുത്ത് തരുമോ? ഇല്ല ഗൈസ്, അവൻ എന്നെ ഊപാണ്. അവന്റെ കയ്യിലൊന്നും ഇല്ല. അവനിക്ക് തരുമോ അത്? ഓക്കെ ഗൈസ്, തന്നു. ഒരു താങ്ക്സ് പറയാം. ഓക്കെ, അവൻ തന്നു. 1Kയാണ് യൂസ് ചെയ്തത്. അത് ആക്ച്വലി ഇച്ചിരി നല്ലത് തന്നെയാ. ഇച്ചിരി അല്ല, നല്ല തന്നെയാ. നമ്മുടെ കയ്യിലുള്ളതിൽ ഇപ്പൊ ഏറ്റവും ടോപ്പ് അതാണ്. ചാടി സന്തോഷം പ്രകടിപ്പിക്കാൻ പോലും പറ്റില്ല. ഒടുക്കത്തെ ചാട്ടം ഇതിന്. ഹെൽത്ത് കൂട്ടണോ ഇത് കൂട്ടണോ? ജമ്പ് കൂട്ടാൻ കഴിച്ചു. ഹെൽത്തും കൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. ഇനിയുള്ളതും കൂടെ വേണേൽ കുറച്ച് ഹെൽത്തും കൂടി കൂട്ടാം. ഓക്കെ, ഞാൻ കുറച്ചും കൂടെയാണ് ആഡ് കണ്ടിട്ട് വരാം കഴിച്ചത്. നമുക്ക് ഫ്രീ മണിയാണല്ലോ കിട്ടണേ. ഇതൊരു കൂൾ ഡൗൺ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒറ്റയുടെ കാണാൻ പറ്റുള്ളൂ. ഇത് 1.5Kയുടെ കൈസ്, 1.5K. അപ്പം അതിനെക്കാട്ടിലും വലുത് ഇതാണ് കൈസ്. ഇപ്പൊ ഇത് മൊത്തം കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 173K ഉണ്ട്. പോയി അപ്ഗ്രേഡ് ചെയ്യാം ജമ്പ്. 173K കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അതും ചെയ്ത് കൈസ്. നീ നമുക്കൊന്ന് ഏറ്റവും മണ്ടയിലോട്ട് കയറും. ഇവിടുന്ന് ചാടി എത്തില്ല. 175. ആക്ച്വലി ബലേറീന കപ്പച്ചീനൊക്കെയാണ് ഈ കൂടുതൽ. ഇത് 354, 480. ആടോ ശേ, ഇത് 70 സെക്കൻഡ് ഉണ്ട്. അത് ഇല്ല ഗൈസ്, പോയില്ല. എടാ എന്തോടോ ചാടിയെത്താട്ടെ. പോയി ഗൈസ്, പോയി. നമ്മള് താഴെ വീണ്. ഞാൻ എങ്ങോട്ടൊക്കെ ചാടണേ എനിക്ക് തന്നെ അറിഞ്ഞൂടെ എങ്ങോട്ടേ അറിഞ്ഞു. അതൊക്കെയാണ് ഓളം കൂടെ പോകാൻ ഗൈസ് പറ്റിയത്. ഒയ്യോ ഓൾമോസ്റ്റ് ഞാൻ ഡെഡായി. നിങ്ങൾ എൻ്റെ മണ്ടയിലത്തെ ലൈഫ് നോക്കി. ഓക്കെ, എൻ്റെ മൗസ് കേഴ്സർ ഈ റൈറ്റ് ടോപ്പ് ഗൈസ്. ഇവിടെ ഇത്രയും കളക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ 250K ആയി ഗൈസ്. പക്ഷെ ഇനിയിപ്പോൾ 250K കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഗൈസ്. ഇനിയൊന്നും ചെയ്യാനില്ല. ബേസിൽപ്പെട്ട് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഏറ്റവും കൂടിയ സാധനം ഇതൊന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് എത്ര 1.6K ഗൈസ്. ഇതോ 1.1K. ആടാ ഇതെല്ലാം കുറച്ച് വെച്ചേ കൂടുന്നുള്ളൂ. എല്ലാം കുറച്ച് വെച്ചേ ഗൈസ് കൂടുന്നുള്ളൂ. നമ്മൾ ഇവിടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും. പക്ഷെ അത് നമുക്ക് ഇനി ഓൾറെഡി ഉണ്ട് ഗൈസ്. ഇനിയിപ്പോൾ വേണ്ട അത്. ഗ്ലിച്ചടിച്ച് ഗൈസ്. എടാ 608ന്റെ ഒരു സാധനം ഇതെടുക്കുക ഗൈസ്.
ഓ എടാ ഇങ്ങനെ നോക്കി നമുക്ക് മണ്ടലത്തെല്ലാം അറിയാൻ പറ്റും. ഇത് എത്രേന്റെ? 480. 450. എടാ ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഗൈസ്, ഏറ്റവും താഴെ തന്നെ ഏറ്റവും നല്ല സാധനങ്ങൾ സ്പോൺ ആവും. മണ്ടയിലോട്ട് പോകുന്നതോറും പ്രത്യേകിച്ച് ഒന്നും സ്പോൺ ആവുന്നില്ല ആക്ച്വലി. ഓക്കെ, അതും നമ്മൾ 1.1K ആക്കിയിട്ടുണ്ട്. അത് മതി, അത് സെറ്റായി. ഇത്രയും കളക്ട് ചെയ്യുമ്പോൾ 241. എടാ ഇത് ഭയങ്കര പതിയാടെ ഗ്രോത്ത് ആവണേ, ഗ്രോത്ത് കൂടുന്നേ. കാരണം ഇത് കണ്ടു തന്നെ നമുക്ക് കൂടുതലാക്കാൻ പറ്റുള്ളൂ. ഇതന്നെ ആ ഇല്ല, എനിക്കിപ്പോ കാണാൻ പറ്റണില്ല. എന്റെ ലിമിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൂൾ ഡൗൺ ഉണ്ടാവും ഗൈസ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഗെയിം ഭയങ്കര പതുക്കെയാണ് ഗൈസ് മുന്നോട്ട് പോണേ. 410 എടുക്കുക, റെയിൻബോ. അത് നമുക്ക് ഇനി ഇവനെ സ്വാപ്പ് ചെയ്യാം. ഇതാകെ 8 വെച്ച് തരുന്നുണ്ടായിരുന്നുള്ളു ഗൈസ്. ഇതും കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കാണും? 449. നമുക്ക് എന്താണേലും ഗൈസ് മാക്സിമം സ്പീഡ് മാത്രം അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. അതായിരിക്കും നല്ലേ. അല്ല, മറ്റേ സ്പീഡല്ല, ജമ്പ് മാത്രം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. അതാ നല്ലേ. ജമ്പ് അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. അതുകൊണ്ട് കോസ്റ്റ് കംപ്ലീറ്റ് റീറേസ് 10 ടോക്ക്. ഇത് എവിടെ എങ്ങനെ ഉണ്ടായിരുന്ന കോസ്റ്റ് ആയിരുന്നല്ലോ. എടാ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ? ഡു ഡിഫറെന്റ് കോസ്റ്റ് ട്രിഗർ റാൻഡം അഡ്മിൻ അബ്യൂസ്. ഓ ഗൈസ്, ഈ ഇത് വെച്ച് നമുക്കിവിടെ എന്നാ ഓരോ ഇവന്റ് നമുക്ക് നടത്താം ഗൈസ്. റാൻഡം ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് നടത്താം. നമ്മുടെ ബേസ് വെട്ടി തിളങ്ങുവാണ് ഗൈസ്. കുറെ നേരം AFK ഒന്നും കിട്ടില്ല സാധനം കിട്ടും ഗൈസ്. നമുക്ക് ഇവന്റെ അടുത്ത് പോയി ചോദിക്കണം. ഇവിടെ ദേണ്ട ഇത് എന്നൊക്കെ സാധനമാണോ ഗൈസ്. ഇവൻ കുറച്ച് ഓപ്പിയാണ്. അവന്റെ പേരെന്താ? മണ്ടയിലൊന്നുമല്ലേ ഗൈസ്. എന്റെ പേരെന്താ? പേരെങ്ങനെ അറിയണേ? ബേസിന്റെ പേരൊന്നും ഇല്ല ഇവിടെ. എന്ത് തേങ്ങ? അവരുടെ 4K എൻ്റെ ഓർമ്മ. 2.8K. ഇതൊന്നും വലുതായിട്ടില്ല ഗൈസ്. പക്ഷെ മറ്റവൻ്റെ നല്ല സാധനം ഉണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ. റോബക്സ് കൊടുക്കണം. എനിക്ക് തോന്നി റോബക്സ് കൊടുക്കണം ഗൈസ് സ്റ്റീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഒരു ജമ്പും കൂടി കിട്ടുമോ? ഓ മൈ ഗോഡ് ഗൈസ്, ഒരു ജമ്പും കൂടി എടുത്ത് അതെടുക്കാൻ നിൽക്കണോ? നോക്കാം ഗൈസ്. കിട്ടി 1.4K. അത് തന്നെ എടുക്കാം നമുക്ക് ഗൈസ്. ഇങ്ങനെ താഴത്തോട്ട് പോവാം, ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡെഡ് ആവും ഗൈസ്. 100% ഉറപ്പാണ് ഗൈസ് നമ്മൾ ഡെഡ് ആവും. അയ്യോ, ഇതെങ്ങനെ താഴെ എത്തും? ഓക്കെ, അത് നല്ലോണം നമുക്ക് ഡാമേജ് കിട്ടി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇറങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡെഡ് ആവും ഗൈസ്. ഒന്നാമത്തെ നമുക്ക് അധികം ലൈഫില്ല ഗൈസ്. 1.4K നമുക്ക് ഇവനെ കൊടുക്കാം ഗൈസ്. ഇവനെ മാറ്റാം. ബ്രാൻഡോട് സെല് ചെയ്യാൻ പറ്റില്ല എൻ്റെ അത്. എല്ലാവരും പോയി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. നമുക്ക് ട്രാഷ് ഉള്ളതെല്ലാം ആർക്കെങ്കിലും പോയി ഗിഫ്റ്റ് ചെയ്യാം. ഓ 3 സെക്കൻഡ് വെയിറ്റ് ആണോ? ഇത് എന്ത് തേങ്ങാക്കോലെ? വയർ ഹാസ് പെയിന്റിങ് ഗിഫ്റ്റ്. ഇതൊക്കെ എന്തിനാണ് ആൾക്കാർ മേടിക്കണേ? 1500 റോബ്സ് അതൊന്നും മേടിക്കത്ത പോലുമില്ല ആൾക്കാര്. ഇത്തവണ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കിട്ടും തോന്നി. 1 മില്യൺ കിട്ടി ഗൈസ്. ഇനി എന്തിനാ നമ്മൾ മേടിക്കണം? 1 മില്യൺ പോയിട്ട് ഇതങ്ങ് കൊടുത്തു. 1 മില്യൺ ഉണ്ടായിട്ടും വലിയ മാറ്റമൊന്നും ഇല്ല ഗൈസ്. കൂടെ നമ്മളെ ഹെൽത്തും കൂടി കൂട്ടണം ഗൈസ്, എന്നാലേ കളി മുന്നോട്ട് പോവുള്ളൂ. 1K എടുക്കണ്ടല്ലോ ഗൈസ്. 1K അവിടെ എന്തൊരു ചത്ത്. ഓ ജസ്റ്റ് ചത്തില്ല കേട്ടോ. എന്നാ നമ്മൾ ചത്ത തന്നെ സംഭവിക്കണം നോക്കാം ഗൈസ്. എന്നിട്ടും ചത്തില്ല. ചാടി നോക്കാം. ഓ ഗൈസ്, എന്തോ ഒരു ഇവന്റ് നടക്കണുണ്ട്. എടാ ചാവില്ലടാ അതിൻ്റെ അകത്ത്. ബ്രെയിൻ ഡോട്ട് ഉണ്ടെങ്കിൽ ചാവുള്ളെന്ന് തോന്നുന്നു.
എടാ ഈ ഇവന്റ് നമുക്ക് മുന്നോട്ട് പോകണം. പണ്ടാരടങ്ങാം. ഞാനാണ് ചാവനെ നോക്കി നോക്കി കയ്യില്. ഇത് ചാവില്ല കേസിന്റെ അകത്ത്. നമ്മുടെ കയ്യിൽ ഫുള്ള് ഹെൽത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് 300. എടാ ഇപ്പം എനിക്ക് മണ്ടലോട്ട് പോവാം. നമ്മുടെ കയ്യിൽ ഫുള്ള് ഹെൽത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ബ്രെയിൻ റോട്ട് പോവായിരിക്കും കേസ്. അത്രേ ഉള്ളൂ തോന്നുന്നു. 2K എടുക്കുക. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എല്ലാം പൊട്ട സ്ഥലങ്ങളാണ്. എടാ ഇവിടുന്ന് ചാടി നമ്മൾ ഡൈ ആവൂടാ. ഉറപ്പച്ചൊത്ത് പറഞ്ഞില്ലേ ഗൈസ്. അവിടെ എനിക്ക് ഉറപ്പായിരുന്നു ഗൈസ് ഞാൻ ഡൈ ആവുന്നു. എടാ അത് പോവുകയും ചെയ്തു. എടാ അവിടെ ഒരു നല്ല സാധനമുണ്ട്. ഓക്കെ ഗൈസ് എനിക്ക് പറ്റിപ്പോയത്. എൻ്റെ ഹെൽത്ത് ഓൾറെഡി ലോ ആയിരുന്നു. ഞാൻ പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. അവനെന്തോ ഒരു ഇതടിച്ച് 1.1K ഇതെടുക്കണോ? മണ്ടയിലത്തെ എടുക്കാൻ നോക്കാം ഗൈസ്. ആക്രാന്തം ശരിയല്ല എന്നാലും ഗൈസ് നമുക്ക് ഇങ്ങനെ തരത്തിട്ട് പോവാം. അടുത്ത ഇനി അവിടെയാണ് ഗൈസ് അടുത്ത്. ഇങ്ങനെയൊക്കെ ഓരോ ലീഫ് നോക്കി ഞങ്ങൾക്ക് താഴത്തോട്ട് പോവാം. ഇത് കുറച്ച് ഡാമേജ് എടുത്തു, പക്ഷെ കുഴപ്പമില്ല. എത്തി. കിട്ടി. എടോ ഇത് 3.3K. ഇവിടെ ഇത് വെക്കാൻ വെച്ചാൽ 100 അതല്ല ഇത്. വേണ്ടാത്ത അങ്ങ് സെല്ല് ചെയ്ത് വിടായിരുന്നു തന്നെ. സ്ലാപ്പൊക്കെ ഇടാം. എടാ ഇങ്ങനെ ആൾക്കാരെ അടിച്ചിടാൻ പറ്റൂടാ. അത് നൈസായിട്ടുണ്ട്. ഓക്കെ ഒരു ഇവന്റ് കഴിഞ്ഞ് നമുക്ക് വലിയ ഡിഫറൻസ് കിട്ടിയില്ല. ഒന്നുകൂടെ പോയി ജമ്പ് അപ്ഗ്രേഡ് ചെയ്യാം. ഇല്ല ഇത് ഭയങ്കര പാടാണ് മുന്നോട്ട് കളിച്ചു പോവാൻ. കാരണം നല്ല ടൈം എടുക്കുന്നു. ഒരു വട്ടം കൂടെ പോയി ക്ലൈംബ് ചെയ്യാം. ഓക്കെ നമുക്ക് ഇവിടുന്ന് ട്രാലയിലോ കിട്ടിയിട്ടുണ്ട്. അയ്യോ ചത്ത്. ഇല്ല ഗൈസ് കിട്ടി. ഞാൻ വായിച്ചാൽ ചത്താന്ന്. 520 ഗൈസ്. നമുക്ക് അല്ല വേണ്ട 520 മാറ്റണ്ട. ഇത് വരാം ഗൈസ്. ഇതാണ് ഇപ്പം ഏറ്റവും കുറവ്. ഏറ്റവും കുറവുള്ളത് മാറ്റി വെക്കുവാണെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടുമല്ലോ. 1 മില്യൺ കിട്ടിയ ഗൈസ് ഇവിടുന്ന്. അതുകൊണ്ട് എടുക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഗൈസ്. ഇത് തന്നെയൊക്കെ വേണം റീബർത്ത് ചെയ്യാൻ. എവറിത്തിങ് എൽസ്. ഓക്കെ ഗൈസ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അതുപോലെ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഉറപ്പായിട്ടും തന്നെ പാട്ട് കളിക്കാം. നോ ഇഷ്യൂ ഗൈസ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.